നമസ്കാരം. അതിരാവിലെ എണീക്കുക എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കും ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്, അല്ലേ? വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്കും അതെ. പ്രത്യേകിച്ചും ഈ മഴക്കാലവും തണുപ്പും ഒക്കെ ആകുമ്പോൾ തീരെ എണീക്കാറേ തോന്നാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് വളരെ വൈകിയേ ഉറങ്ങാൻ സാധിക്കാറുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മിക്കവാറും വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ഓൺലൈൻ തെറാപ്പിയൊക്കെ ബുക്ക് ചെയ്യുന്നത് മിക്കവാറും അവരുടെ ജോലി സമയമൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഇവിടുത്തെ 8 മണി, രാത്രി 8 മണി, 9 മണി, 10 മണി, 11 മണിയോടെയൊക്കെ കൂടിയായിരിക്കും. എന്നാൽ തന്നെയും കുറച്ചു കാലങ്ങളായി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പോരാറുള്ളത് തന്നെയാണ്. എന്നാൽ മറ്റു ചിലർ എല്ലാ ദിവസവും അതിരാവിലെ എണീക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എണീറ്റതിന് ശേഷം ജീവിതത്തിന്റെ വിജയത്തിനായി ആ പ്രഭാതത്തിന്റെ ആദ്യ മണിക്കൂറിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് അറിയില്ല എന്ന് മാത്രം. എന്നാൽ മറുവശത്ത് ഇതൊക്കെ അറിയാവുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് എണീക്കാൻ മടിയായിരിക്കുകയും ചെയ്യും. എന്നാൽ അതിരാവിലെ എണീറ്റതിന് ശേഷമുള്ള ആദ്യത്തെ 1 മണിക്കൂർ ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ പഠിച്ചാൽ ജീവിതത്തിൽ അത്ഭുതകരമായ വിജയവും നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അതിരാവിലെ എണീറ്റതിന് ശേഷം ആദ്യത്തെ ആ 1 മണിക്കൂർ ജീവിതത്തിൽ ചിട്ടയായ ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വലിയ തോതിലുള്ള സമ്പത്തും സമൃദ്ധിയും നേടിയെടുക്കാൻ സാധിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി എല്ലാ ആളുകളും കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം രാവിലെ എണീറ്റതിന് ശേഷമുള്ള ആദ്യത്തെ ആ 1 മണിക്കൂർ നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റി എഴുതാൻ തക്ക വിധത്തിലുള്ള അത്ഭുത ശക്തിയുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ജീവിതത്തിൽ അത്ഭുതകരമായ വിജയങ്ങൾ നേടിയ എല്ലാവരും അതിരാവിലെ എണീക്കുന്ന ശീലമുള്ളവരായിരുന്നു. എണീറ്റതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിട്ടയോടുകൂടി ചെയ്തിരുന്നവരായിരുന്നു. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. അതിൽ രാവിലെ വിതയ്ക്കുന്ന വിത്തുകൾ വൈകുന്നേരം കൊയ്യുന്നു. നിങ്ങൾ രാവിലെ മടിയുടെയും ഭയത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും വിത്തുകൾ വിതച്ചാൽ അവ ദിവസം മുഴുവൻ വളർന്നു പന്തലിക്കും. എന്നാൽ രാവിലെ ലക്ഷ്യബോധത്തിന്റെയും വ്യക്തതയുടെയും ജ്വലിക്കുന്ന ആഗ്രഹങ്ങൾ വിതച്ചാൽ വൈകുന്നേരമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. ചിലപ്പോൾ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് വരില്ല കേട്ടോ. പക്ഷേ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ വെറും ഒരു 21 ദിവസമെങ്കിലും തുടർച്ചയായി ഇതൊന്ന് ചെയ്തു നോക്കിക്കേ. അത്ഭുതകരമായ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിന് ഞാനാണ് ഗ്യാരണ്ടി. ഒരു ധനികനും ദരിദ്രനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്നറിയാമോ? ഒരു ധനികൻ തൻ്റെ പ്രഭാതങ്ങളെ നിയന്ത്രിക്കുന്നു, എന്നാൽ ഒരു ദരിദ്രൻ പ്രഭാതങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഇടയിലെ 99% ആളുകളും രാവിലെ എണീറ്റ ഉടൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവർ രാവിലെ കണ്ണു തുറന്നാലുടൻ ബെഡിൽ നിന്ന് എണീക്കുക പോലും ചെയ്യാതെ തങ്ങളുടെ മൊബൈൽ ഫോണുകൾ എടുക്കുന്നു. വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുന്നു, ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്നു, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ലോകത്ത് എന്താണ് തെറ്റുകൾ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി ന്യൂസുകൾ കാണുന്നു. അതോടുകൂടി എല്ലാം കഴിയുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്ന ഏതെങ്കിലും ഒരു സന്ദേശം നിങ്ങളുടെ മാനസികാവസ്ഥയെ നശിപ്പിച്ചു എന്ന് വരാം. നിങ്ങൾ കാണുന്ന ചില നെഗറ്റീവ് വാർത്തകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തളർത്തിക്കളയുന്നു എന്ന് വരാം. അതുമല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു വിജയം നിങ്ങളെ അസൂയപ്പെടുത്തി എന്നും വരാം. ശരിയല്ലേ? ഇതൊക്കെയല്ലേ സാധാരണ സംഭവിക്കാറ്? എന്നാൽ വ്യക്തമായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇതൊരു തരം ആത്മഹത്യയാണ്, മാനസികമായ ആത്മഹത്യ. കാരണം നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായും തുറന്നിരിക്കുകയായിരിക്കും. അതൊരു ശൂന്യമായ ബ്ലാക്ക് ബോർഡ് പോലെയാണ്. നിങ്ങൾ അതിൽ വരയ്ക്കുന്ന ആദ്യത്തെ ചിത്രം ആ ദിവസം മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കും. അതുപോലെ തന്നെയാണ് രാവിലത്തെ ആദ്യത്തെ 30 മിനിറ്റിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ. അത് അത്രയ്ക്ക് പവർഫുൾ ആയിരിക്കും. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ശരിക്കും മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമ്പന്നനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവാനായിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പ്രഭാതത്തെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഒരു പട്ടാളക്കാരൻ തൻ്റെ അതിർത്തിയെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ സംരക്ഷിക്കണം. എന്ന് വെച്ചാൽ പ്രഭാതത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്കാവശ്യമുള്ളത് കൊടുക്കുന്നത് വരെ നിങ്ങൾക്കാവശ്യമില്ലാത്തതൊന്നും കടന്നു കയറാൻ അനുവദിക്കരുത് എന്നർത്ഥം. അതിനായി രാവിലെ ആദ്യമായി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എങ്ങനെയാണ് പാകപ്പെടുത്തേണ്ടതെന്നും നിങ്ങളുടെ പ്രഭാതങ്ങളെ എങ്ങനെ നിങ്ങളുടെ വിജയത്തിനായി ഉപയോഗിക്കാമെന്നും ഞാൻ പറഞ്ഞു തരാം.
അതിൽ ആദ്യത്തേത്, നിങ്ങൾ രാവിലെ ഉറക്കമുണർന്ന് കണ്ണുകൾ തുറന്നാലുടൻ 2 മിനിറ്റത്തേക്ക് ബെഡിൽ നിന്ന് എണീക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ 2 മിനിറ്റ് വീണ്ടും കണ്ണുകൾ അടച്ചു തന്നെ കിടക്കുക. പക്ഷേ വീണ്ടും ഉറങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ 2 മിനിറ്റ് കണ്ണടച്ച് കിടന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് സ്വയം സംസാരിക്കുക. ഇതൊരു പുതിയ ദിവസമാണ്. ഇന്നത്തെ ദിവസം എനിക്ക് ലഭിച്ച വലിയൊരു സമ്മാനമാണ്. ഇന്ന് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുക്കും. ഇന്ന് എന്നെ തടയാൻ ആർക്കും കഴിയില്ല എന്നിങ്ങനെ ആവർത്തിച്ച് മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരു തരം അഫർമേഷനാണ്. പക്ഷെ ഇത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സ്വയം അനുഭവിച്ച് ഫീൽ ചെയ്ത് പറയണം കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, നന്ദി പറയുക എന്നുള്ളതാണ്. അതിനായി വീണ്ടും കണ്ണുകൾ തുറന്ന് ബെഡിൽ എണീറ്റിരിക്കുക. എന്നിട്ട് പ്രധാനമായും 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമൊന്നുമില്ലായിരിക്കാം, നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. എന്നിരുന്നാലും നിങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ കണ്ണുകൾ പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങളുടെ കൈകാലുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാം. ഓർമ്മിക്കുക, ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ എനർജിയാണ് നന്ദി പറയുക എന്നുള്ളത്. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണിത്. ഇനി 3ാമത്തെ കാര്യം, അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വിഷൻ ബോർഡ് നിങ്ങൾ മനസ്സിൽ കാണുക എന്നുള്ളതാണ്. നിങ്ങൾ 1 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം എങ്ങനെയായിരിക്കും ഉള്ളത്? അന്ന് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അന്ന് നിങ്ങൾ ഏതു തരം കാറാണ് ഡ്രൈവ് ചെയ്യുന്നത്? നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് എത്രയായിരിക്കും? അങ്ങനെ നിങ്ങൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ മനസ്സിൽ അതിൻ്റെ ഫീലിങ്സോട് കൂടി വിഷ്വൽ ചെയ്യുക എന്നുള്ളതാണ്. ആ സന്തോഷം അനുഭവിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വിഷൻ ബോർഡ് മനസ്സിൽ കാണുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സ് വാക്കുകളുടെ ഭാഷയല്ല, ചിത്രങ്ങളുടെ ഭാഷയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റതിന് ശേഷം ആദ്യമായി തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ ചിത്രങ്ങൾ ആ ഉപബോധ മനസ്സിന് നൽകുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ അതിന് കൊടുക്കുന്ന ചിത്രങ്ങൾ യാഥാർത്ഥ്യമാക്കിയെടുക്കുന്നതിന് വേണ്ടി ആ ദിവസം മുഴുവൻ, തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ മുഴുവൻ ആ ഉപബോധ മനസ്സ് പരിശ്രമിക്കും എന്നുള്ളതാണ്. ഇനി രാവിലെ എണീറ്റ് ഉടനെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യം, ശരീരത്തിന് ചലനം കൊടുക്കുക, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഇതും പലർക്കും വളരെ മടിയുള്ള ഒരു കാര്യമാണ്. പക്ഷേ വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് നിലനിൽക്കൂ എന്നുള്ളതാണ്. നമ്മളുടെ മനസ്സും ശരീരവും ഒരേ സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരം മന്ദഗതിയിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സും മന്ദഗതിയിലായിരിക്കും. നിങ്ങളുടെ ശരീരം ഊർജ്ജസ്വലമാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് മൂർച്ചയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ വിഷ്വലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ശരീരം വിയർക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം ശരീരത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ എനർജി നിറയും, നിങ്ങളുടെ തലച്ചോറിനുള്ളിലെ ഹാപ്പി ഹോർമോൺസിന്റെ ഉൽപ്പാദനം കൂടും. അത്തരത്തിൽ നമ്മളുടെ തലച്ചോറിനുള്ളിലെ ഹാപ്പി ഹോർമോൺസിന്റെ ഉൽപ്പാദനം വ്യായാമത്തിൽ കൂടുന്നത് കൊണ്ടാണ് വ്യായാമം ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്കൊരു സുഖവും സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ തോന്നുന്നത്. അടുത്തതായി വ്യായാമം ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു നോട്ട്ബുക്കും പെന്നും എടുക്കുക. ശേഷം നിങ്ങൾക്ക് ഏറ്റവും വിഷമം പിടിച്ചതായ, മടിയുള്ളതായ 3 കാര്യങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. അതിനുശേഷം ഈ 3 കാര്യങ്ങളും ഞാൻ ഇന്ന് തീർച്ചയായും ചെയ്തിരിക്കും എന്നും ഒരു പ്രതിജ്ഞ പോലെ അതേ നോട്ട്ബുക്കിൽ എഴുതുക. ഇങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചെഴുതുക. ഇന്നത്തെ ദിവസം ഞാൻ മാറ്റിവെച്ചിരുന്ന ആ 3 കാര്യങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കുമെന്ന് മനസ്സിൽ തീരുമാനമെടുക്കുക. ഇത് നിങ്ങളുടെ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം, അത് എഴുതിയതിന് ശേഷം ഇത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ ഞാനിത് പൂർത്തീകരിച്ചിരിക്കും എന്ന് 6 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എഴുതുക. ഇതും എഴുതിയതിന് ശേഷം 3 തവണ ഉറക്കെ വായിക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ പതിയും എന്നുള്ളതാണ്. അടുത്തതായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഇതൊക്കെ ചെയ്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും എന്തെങ്കിലും വായിക്കുക എന്നുള്ളതാണ്. വെറും പൈങ്കിളി കഥകൾ വായിക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും ഒരു നല്ല പുസ്തകം, അതിപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാവാം, മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാവാം, അതുമല്ലെങ്കിൽ ജീവിതത്തിൽ വിജയം കൈവരിച്ച ആരുടെയെങ്കിലും ജീവിത അനുഭവങ്ങളെക്കുറിച്ചാവാം, അങ്ങനെ എന്തിനെക്കുറിച്ചുമാവാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയ ഗ്രന്ഥങ്ങളുമാവാം. എന്തു തന്നെയായാലും എല്ലാ ദിവസവും ഇത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്.
കാരണം പ്രഭാതത്തിലെ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ്. നിങ്ങൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്തായാലും അത് ഒപ്പിയെടുത്തുകൊള്ളും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ല അറിവുകൾ കൊടുക്കാൻ ശ്രമിക്കുക. വിജയികൾ എല്ലാ ദിവസവും വായിക്കുന്നു, പക്ഷേ വിജയിക്കാത്ത മടിയന്മാർ പറയും എനിക്ക് സമയം കിട്ടാറില്ല എന്ന്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് അറിയാമോ? അത് മറ്റൊന്നുമല്ല, നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓർമ്മിക്കുക, രാവിലെ കഴിക്കുന്ന ഭക്ഷണമായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. അത് ആ ദിവസത്തെ നമ്മളുടെ മുഴുവൻ പെർഫോമൻസിനെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ രാവിലെ തന്നെ മോശം കൊഴുപ്പുകളും മസാലക്കൂട്ടുകളും കനത്ത എണ്ണമയമുള്ളതുമായ ഭക്ഷണങ്ങൾ കഴിച്ചാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ജങ്ക് ഫുഡുകൾ കഴിച്ചാൽ നിങ്ങളുടെ ശരീരം മന്ദഗതിയിലാവും എന്നുള്ളതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇതിനെയൊക്കെ ദഹിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മളുടെ ശരീരത്തിന് ഒരുപാട് ഊർജം ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കാര്യശേഷിയെ വർദ്ധിപ്പിക്കാൻ തലച്ചോറിനാവശ്യമായ എനർജി പോലും നമ്മളുടെ ദഹനപ്രക്രിയയ്ക്കായി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതിനു പകരം നിങ്ങൾ പോഷകസമൃദ്ധമായ ലഘുവായ ഊർജം നൽകുന്ന ഭക്ഷണം കഴിച്ചാൽ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത. എന്ന് വെച്ചാൽ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, മിതമായ അളവിൽ മാത്രം കാർബോഹൈഡ്രേറ്റ്, നല്ല കൊഴുപ്പുകൾ എന്നിവയെല്ലാം അടങ്ങിയ സമീകൃതമായ ഭക്ഷണമായിരിക്കും നമ്മൾ രാവിലെ കഴിക്കേണ്ടത്. ധാരാളം വെള്ളം കുടിക്കുക. ചായയോ കാപ്പിയോ വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ മാത്രം രാവിലെ 1 കപ്പ് കഴിക്കുക. പക്ഷേ എന്ത് തന്നെ കഴിച്ചാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ടിവിയോ ഫോണോ നോക്കാതിരിക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ ചെറിയ ശബ്ദത്തിലുള്ള സംഗീതം ആസ്വദിക്കാം. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഭക്ഷണത്തോടൊപ്പം കാണുകയും ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ഭക്ഷണത്തോടൊപ്പം നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് പ്രവേശിക്കും എന്നതാണ്. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നേരത്തെ ആ ബുക്കിൽ എഴുതി വെച്ചിരുന്ന ഏറ്റവും മടി പിടിച്ച, ഏറ്റവും വിഷമം നിറഞ്ഞത് എന്ന് വിശ്വസിച്ച് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന ആ കാര്യങ്ങൾ ആദ്യമേ തന്നെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ആദ്യം തന്നെ തവളയെ തിന്നുക എന്നത്? എന്ന് വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും അസ്വസ്ഥത നിറഞ്ഞ, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ജോലി ദിവസത്തിന്റെ ആദ്യം ചെയ്തു തീർത്താൽ നിങ്ങളുടെ ആ ദിവസത്തിലുള്ള ഏത് വലിയ വെല്ലുവിളികളെ നേരിടാനുള്ള ആത്മവിശ്വാസവും കരുത്തും ധൈര്യവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. കാരണം അതിനേക്കാൾ വലുതിനെ നിങ്ങൾ ആദ്യമേ തന്നെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നുവല്ലോ. പുലിയെ കീഴടക്കിയവൻ പൂച്ചയെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സ് ഒരു വിജയിച്ചവന്റെ മനസ്സായി തീരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ജീവിതത്തിലെ സുവർണ മണിക്കൂറുകൾ എന്നറിയപ്പെടുന്ന ജീവിതത്തിലെ ആദ്യത്തെ മണിക്കൂറുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വെറും 21 ദിവസങ്ങൾ കൊണ്ട് തന്നെ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സാമ്പത്തിക രംഗത്തും, നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും, നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വലിയ മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.